യഥാർത്ഥ സംഭവങ്ങളെയും വ്യക്തികളെയും ആസ്പദമാക്കി ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. എന്നാൽ ഒരേ സംഭവത്തെ ആസ്പദമാക്കി ഒന്നിലധികം സിനിമകൾ വന്നാലോ? അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ സംഭവത്തെ തന്നെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരേ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത വ്യത്യസ്ത സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 1966 ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ മറിയക്കുട്ടി കൊലക്കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച സംഭവമാണ് മാടത്തരുവി കേസ്. ഇപ്പോൾ പത്തനംതിട്ടയിലെ റാന്നിക്കടുത്തുള്ള മാടത്തരുവി എന്ന അരുവിയിൽ മറിയക്കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന് അടുത്തു നിന്നും ഫാദർ ബെനഡിക്റ്റിന്റെ ടോർച്ച് കണ്ടെത്തുന്നുണ്ട്. അന്നേ ദിവസം അവർ ഒരുമിച്ച് ടാക്സിയിൽ സഞ്ചരിച്ചതിനും പെട്രോൾ അടിച്ചതിനും ആ കാട്ടിലേക്ക് നടന്നു പോയതിനും സാക്ഷികളുണ്ടായിരുന്നു. ബെനഡിക്റ്റുമായുള്ള അവിഹിത ബന്ധത്തിൽ മറിയക്കുട്ടി ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇത് പുറത്തു പറയുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് മറിയക്കുട്ടി മാസാമാസം ഫാദറിൽ നിന്നും പണം കൈപ്പറ്റി. ആ പണം കൊണ്ട് അവർ ആഡംബര ജീവിതം നയിച്ചു പോരുകയും ചെയ്തു. 3ഓളം വിവാഹം ചെയ്തയാളാണ് മറിയക്കുട്ടി. എന്നാൽ പിന്നീട് ഫാദറിനോടും തന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി മറിയക്കുട്ടി ആവശ്യപ്പെട്ടു. ഫാദർ ബെനഡിക്റ്റിന് ഒരിക്കലും തന്നെ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയക്കുട്ടിയെ മാടത്തരുവിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ്. സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഫാദർ ബെനഡിക്റ്റിനെ തൂക്കിക്കൊല്ലാൻ സെഷൻസ് കോടതി ഉത്തരവിടുന്നു. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഈ ഒരു സംഭവം സിനിമയാക്കാൻ മലയാള സിനിമയിലെ പലരും ശ്രമിച്ചു. പ്രശസ്തരായ 2 പേരാണ് ആ സംഭവം സിനിമയാക്കാൻ വന്നത്. ഒന്ന് ഉദയയുടെ കുഞ്ചാക്കോയും മറ്റൊന്ന് P.A. തോമസും. മലയാളത്തിൽ ജീസസ്, തോമസ് ലിഹ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച് സംവിധാനം ചെയ്തയാളാണ് P.A. തോമസ്. 1967 ജൂൺ മാസത്തിൽ ഈ 2 പേരുടെ സിനിമകളും റിലീസ് ചെയ്തു. കുഞ്ചാക്കോയുടെ സിനിമയുടെ പേര് മൈനത്തരുവി കൊലക്കേസ് എന്നായിരുന്നു. ഫാദറായി സത്യനും മേരിക്കുട്ടി എന്ന കഥാപാത്രമായി ഷീലയുമാണ് വന്നത്. P.A. തോമസിന്റെ സിനിമയുടെ പേര് മാടത്തരുവി എന്ന് തന്നെയായിരുന്നു. C.I. പോളായിരുന്നു ഫാദറിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2 സിനിമകളിലും ഫാദർ അല്ല പ്രതി എന്നാണ് പറയുന്നത്. വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഫാദർ ജയിലിൽ പോയതെന്നാണ് സിനിമയുടെ ഭാഷ്യം. യഥാർത്ഥത്തിൽ ഫാദർ കുറ്റസമ്മതം നടത്തിയിരുന്നു. പക്ഷേ വധശിക്ഷ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കേസിൽ സഭ ഇടപെടുകയും മറ്റൊരു വക്കീലിനെ കൊണ്ടുവരികയും ചെയ്തു. പ്രധാന സാക്ഷിയായ മറിയക്കുട്ടിയുടെ മകനെ സാക്ഷി പറയുന്ന നേരത്ത് കാണാതെയായി. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഫാദർ ബെനഡിക്റ്റിനെ വെറുതെ വിട്ടു. മൈനത്തരുവി കൊലക്കേസിൽ ഫാദർ ജയിലിൽ പോകുന്നതായിരുന്നു ക്ലൈമാക്സ്. മാടത്തരുവിൽ ഫാദർ കുറ്റമുക്തനായി തിരിച്ചു വരുന്നതും. എന്നാൽ കുഞ്ചാക്കോ പിന്നീട് ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്യുകയും യഥാർത്ഥ ഫാദർ ബെനഡിക്ട് ജയിലിൽ നിന്നും വരുന്നതും പ്രേക്ഷകരെ കൈവീശി കാണിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിച്ചത്. മാടത്തരുവി ആവറേജ് ഹിറ്റും മൈനത്തരുവി സൂപ്പർ ഹിറ്റുമായി മാറി. തങ്കമണി സംഭവം 1986 ഇടുക്കിയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളാണ് തങ്കമണി സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേവസ്യ എന്ന വ്യക്തിയുടെ എലൈറ്റ് എന്ന ബസ്സും നാട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ സംഭവത്തിന് തുടക്കം കുറിച്ചത്. കട്ടപ്പന തങ്കമണി റൂട്ടിലോടുന്ന എലൈറ്റ് എന്ന ബസ് തങ്കമണി വരെയുള്ള ടിക്കറ്റ് ചാർജ് വാങ്ങുകയും തങ്കമണിക്ക് 1/2 കിലോമീറ്റർ മുമ്പുള്ള പാറമട എന്ന സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്യുമായിരുന്നു. അങ്ങോട്ടുള്ള റോഡ് മോശമാണെന്ന കാരണത്താലാണ് അത് ചെയ്തത്. രോഗികളടക്കമുള്ള യാത്രക്കാർ ആ ദുരിതം അനുഭവിച്ചു പോന്നു. തല്ലിപ്പൊളി റോഡിലൂടെ ബസ് വിടാൻ എനിക്ക് മനസ്സില്ല. എന്റെ ബസിന്റെ ടയറും പ്ലേറ്റും പോയാൽ അതിനെതിരെ പലരും പ്രതിഷേധിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പാറമട എത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങാതിരിക്കുകയും ബസ് തങ്കമണിയിലേക്ക് എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരെ ബസ് ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പോലീസും അവരെ മർദ്ദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നാട്ടുകാർ ബസ് പിടിച്ചെടുക്കുകയും തങ്കമണിയിൽ കൊണ്ടിടുകയും ചെയ്തു. ടിക്കറ്റ് എടുത്തിട്ടുള്ളവരെല്ലാം ബസ്സിൽ തന്നെ ഇരുന്നാൽ മതി, ഈ ബസ് പോകുന്നുണ്ട്. പോലീസ് എത്തിയപ്പോൾ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർ മാപ്പ് പറയാതെ ബസ് വിടില്ല എന്ന് നാട്ടുകാരും പറഞ്ഞു. പിറ്റേന്ന് സർക്കിൾ ഇൻസ്പെക്ടർ IC തമ്പാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ അങ്ങോട്ടെത്തുകയും ഫാദർ ജോസ് കോട്ടൂരാനും പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായുമായി ചർച്ച നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിനെ പിടിച്ചു തള്ളിയ IC തമ്പാനെതിരെ നാട്ടുകാർ കല്ലെറിഞ്ഞു. പോലീസ് ലാത്തി വീശാൻ തുടങ്ങി. അതിനിടയിൽ IC തമ്പാൻ വെടിവെക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന അവറാച്ചൻ, വികലാംഗനായ മാത്യു എന്നിവർക്ക് വെടിയേറ്റു. അവറാച്ചൻ അവിടെ മരണപ്പെട്ടു. അന്ന് ബസ് പൂർണ്ണമായി തകർക്കപ്പെടുകയും പോലീസ് ഔട്ട് പോസ്റ്റ് തീവെക്കപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും രക്ഷപ്പെട്ട പോലീസ് സംഘം രാത്രി ഒരുപാട് പേരുമായി വന്ന് അവിടെയുള്ള വീടുകളെല്ലാം തന്നെ കയറിയിറങ്ങി അതിക്രമം കാണിച്ചു. വയോധികർക്കും സ്ത്രീകൾക്കും അടക്കം മർദ്ദനമേറ്റു. ഈ ഒരു സംഭവം വൻ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും സർക്കാരിനെ പിടിച്ചുലക്കുകയും ചെയ്തു. അടുത്ത വർഷം തന്നെ ഈ സംഭവത്തെ ആസ്പദമാക്കി ഒരു മലയാള സിനിമ വന്നു. ഗായത്രി അശോകൻ എഴുതി PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് രതീഷ്, ഷാരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഇതാ സമയമായി എന്ന സിനിമ. ഇതേ സംഭവത്തെ ആസ്പദമാക്കി 2024 മറ്റൊരു സിനിമ പുറത്തിറങ്ങുന്നത്. രതീഷ് രഘുനന്ദൻ എഴുതി സംവിധാനം ചെയ്ത് ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ തങ്കമണി ദ ബ്ലീഡിംഗ് വില്ലേജ് എന്ന സിനിമ.
ആദ്യ സിനിമയിൽ ദേവസ്യക്ക് പകരം പ്രതാപ് ചന്ദ്രൻ അവതരിപ്പിച്ച മത്തായി എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. ബസിന്റെ പേര് എലൈറ്റിന് പകരം സെന്റ് മാത്യൂസ് എന്നുമാണ്. ദിലീപ് സിനിമയിൽ മനോജ് കെ ജൻ അവതരിപ്പിച്ച മണി പീറ്റർ എന്ന കഥാപാത്രമാണ് പ്രധാന വില്ലൻ. ബസിന്റെ പേര് ഹൈലൈറ്റ് എന്നാണ് കൊടുത്തത്. ഐസി തമ്പാന് പകരം തമ്പി എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബിമൻ രഘു ആയിരുന്നു. 10 മിനിറ്റ് സമയം. ദിലീപ് ചിത്രത്തിൽ സിയയുടെ പേര് ഈപ്പൻ എന്നാണ് കൊടുത്തത്. 2 സിനിമകളിലും തങ്കമണിയിലെ സ്ത്രീകൾ പോലീസിനാൽ ബലാത്സംഗത്തിന് ഇരയായി എന്ന് കാണിക്കുന്നുണ്ട്. ദിലീപ് ചിത്രത്തിൽ പ്രസന്റ് കാലഘട്ടത്തിലെ സീരിയൽ കില്ലറും മോട്ടീവായി തങ്കമണി സംഭവത്തെയുമാണ് കാണിക്കുന്നത്. തങ്കമണി സംഭവത്തെ വ്യക്തമായി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ എന്ന രീതിയിൽ അത് പരാജയപ്പെട്ടു. തിയേറ്ററിൽ ബോംബായി മാറി. അതുകൊണ്ട് തന്നെ OTTയും വന്നിട്ടില്ല. ഇതാ സമയമായി എന്ന സിനിമക്കും തിയേറ്ററിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. മലബാർ കലാപം 1921 ആഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി മാസം വരെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത്. തിരൂരങ്ങാടിയിലെ വെടിവെപ്പ്, ബ്രിട്ടീഷ് പട്ടാളവുമായി നേരിട്ട് ഏറ്റുമുട്ടിയ പൂക്കോട്ടൂർ യുദ്ധം, വാഗൺ ട്രാജഡി തുടങ്ങിയതെല്ലാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. മുസ്ലിം മത പണ്ഡിതന്മാർ തന്നെയായിരുന്നു അതിനുവേണ്ടി നേതൃത്വം നൽകിയതും. അയിത്തം അനുഭവിക്കുന്നവരിൽ ഒരുപാട് പേർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചേരുകയുണ്ടായി. ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ജന്മിമാരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. 10,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ബ്രിട്ടീഷുകാർ ആലി മുസ്ലിയാരെ തൂക്കിക്കൊല്ലുകയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ടി ദാമോദരൻ എഴുതി IV ശശി സംവിധാനം ചെയ്തുകൊണ്ട് 1988-ലാണ് 1921 എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. യഥാർത്ഥ സംഭവങ്ങളോടൊപ്പം ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ സിനിമ. മമ്മൂട്ടി, സുരേഷ് ഗോപി, TG രവി, സീമ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അതൊരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണെന്നും ബ്രിട്ടീഷുകാരെ സഹായിച്ച ഹിന്ദു ജന്മികൾ മാത്രമാണ് ഖിലാഫത്തിനാൽ കൊല്ലപ്പെട്ടതെന്നുമാണ് സിനിമ പറയുന്നത്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനും കൊള്ളയടിക്കാനും ഈ ഖിലാഫത്ത് പോയിട്ടില്ല. അതൊരു മതപ്രശ്നമാക്കി മാറ്റുക എന്നത് ബ്രിട്ടീഷ് തന്ത്രമാണെന്നും സിനിമ പറയുന്നുണ്ട്. വിഭജിച്ച് ഭരിക്കണമെന്ന്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലി മരിക്കട്ടെ എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അതിനായി ബ്രിട്ടീഷുകാർ ചട്ടം കെട്ടിയവരാണ് മറ്റു മതസ്ഥരെ അകാരണമായി കൊലപ്പെടുത്തിയതെന്നുമാണ് സിനിമ പറയുന്നത്. വിവരം കെട്ട തെമ്മാടികളും കൊള്ളക്കാരും ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. ഈ വണ്ടിക്കുള്ളിൽ ശ്വാസം മുട്ടി പ്രാണം ഒഴുക്കിയവരെക്കാൾ കൂടുതൽ ശവം മലബാർ കലാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് മമ്മൂട്ടിയുടെ ഈ ഡയലോഗുകളിലൂടെയാണ് പറയുന്നത്. ആ കുറ്റത്തിന് തൂക്കിലിടേണ്ടത് ആലി മുസ്ലിയാരെ അല്ല, വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന വാരിയാംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയല്ല. ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയും അല്ല, ഈ മണ്ണ് ചോര കൊണ്ട് നനച്ചെടുത്ത് ബ്രിട്ടീഷ് മക്കളെയാണ്. അന്നത്തെ കുടിയാൻ ജമ്മി പ്രശ്നങ്ങളും സിനിമ വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീക്ഷണത്തിലും മലബാർ കലാപത്തെ മലയാള സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അധികാരത്തിനും കൊള്ളയടിക്കാനും മതപരിവർത്തനത്തിനും സ്ത്രീകളെ സ്വന്തമാക്കാനും ഇസ്ലാമിക രാജ്യമുണ്ടാക്കാനും വേണ്ടി മാത്രം നടന്നൊരു സംഭവമാണ് മലബാർ ലഹള എന്നാണ് ആ സിനിമ പറയുന്നത്. അതായത് അതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലെന്നും ആ സിനിമ പറയുന്നുണ്ട്. ജന്മിമാരായിരുന്നു ശരിയെന്നും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. മതസ്പർദ്ധ വളർത്തുന്ന ഈ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് രാമസിംഹൻ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ സിനിമ തയ്യാറാക്കിയത്. എന്നാൽ സിനിമ എന്ന നിലയിൽ വൻ പരാജയമായി അത് മാറി. സിനിമ OTTയിലും വന്നിട്ടില്ല. 1999 ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 എന്ന വിമാനം 5 ഹർക്കത്തുൽ മുജാഹിദീൻ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത സംഭവമാണ് കാണ്ഡഹാർ ഹൈജാക്ക്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന മറ്റു തീവ്രവാദികളെ വിട്ടയച്ചും ക്യാഷ് കൊടുത്തുമായിരുന്നു ബന്ദികളെ സർക്കാർ അന്ന് രക്ഷിച്ചത്. പക്ഷേ സിനിമകൾ പലതും ബന്ദികളെ മറ്റു രീതിയിൽ രക്ഷിക്കുന്നതായിട്ടാണ് കാണിച്ചത്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി 2010 മേജർ രവി സംവിധാനം ചെയ്ത ചിത്രമാണ് കാണ്ഡഹാർ. പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ഈ ഹൈജാക്ക് സിനിമയിൽ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മുംബൈയിൽ നിന്നും ദില്ലിയിലേക്ക് തിരിച്ച വിമാനമാണ് റാഞ്ചുന്നത്. ഇന്ധനം നിറക്കാൻ വേണ്ടി വിമാനം ഇറക്കുന്നതും ദില്ലിയിലാണ്. യഥാർത്ഥത്തിൽ നേപ്പാളിൽ നിന്നും ദില്ലിയിലേക്ക് തിരിച്ച വിമാനമാണ് റാഞ്ചുന്നത്. ഇന്ധനം നിറക്കാൻ വേണ്ടി വിമാനം ഇറക്കുന്നത് അമൃത്സറിലാണ്. ഇന്ധനം നിറക്കാൻ വേണ്ടി വിമാനം നിലത്തിറക്കുമ്പോൾ കമാൻഡോസ് അതിൽ കയറിപ്പറ്റുകയും ഒരു ഓപ്പറേഷനിലൂടെ ബന്ദികളെ മോചിപ്പിക്കുകയും വിമാനം തിരിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അമൃത്സറിൽ ഇറക്കിയ വിമാനം ഇന്ധനം ലഭിക്കാത്തതിനെ തുടർന്ന് മിച്ചമുള്ള ഇന്ധനം കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. ഇന്ധനം തീർന്ന് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ അവിടെ ലാഹോറിൽ വിമാനം ഇറക്കാൻ പാകിസ്ഥാൻ അതോറിറ്റി സമ്മതിക്കുകയും ചെയ്യുന്നു. ഇന്ധനം നിറച്ച വിമാനം അവിടെ നിന്നും ദുബായിലേക്കാണ് പോയത്. ദുബായിൽ വെച്ച് ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഇന്ത്യ സമ്മതം ചോദിച്ചപ്പോൾ UAE ഗവൺമെന്റ് അത് അംഗീകരിച്ചില്ല. അവിടെ നിന്നും വിമാനം താലിബാൻ തീവ്രവാദികളുടെ കയ്യിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബന്ദികളായ യാത്രക്കാരെ തിരിച്ചു കിട്ടാൻ ഇന്ത്യൻ ഗവൺമെന്റിന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യൻ ജയിലിലുള്ള 3 തീവ്രവാദികളെ ഇന്ത്യ വിട്ടു നൽകി. മൗലാന മസൂദ് അസ്ഹർ, ഒമർ ഷെയ്ഖ്,
മുസ്താഖ് അഹമ്മദ് സർഗാർ എന്നീ ഭീകരവാദികളെയാണ് ഇന്ത്യ വിട്ടു നൽകിയത്. പിന്നീട് ഇവർ മുംബൈ ആക്രമണത്തിലും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ചിലർ ഇന്നും സ്വതന്ത്രരായി ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷേ സിനിമയിൽ ഇതൊന്നും തന്നെ കാണിച്ചില്ല. ഇതേ സംഭവത്തെ ആസ്പദമാക്കി 2003 അജയ് ദേവ്ഗൺ അഭിനയിച്ച് ബോളിവുഡിൽ ജമീൻ എന്നൊരു സിനിമയും ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അവസാനം കമാൻഡോസ് കാണ്ഡഹാറിൽ ചെന്ന് തീവ്രവാദികളെ കീഴടക്കി ബന്ദികളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 2008 ഷൈനി അഹുജ നായകനായ ഹൈജാക്ക് എന്ന സിനിമയും ആ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിലൊരു എഞ്ചിനീയറാണ് ആൾക്കാരെ എല്ലാവരെയും രക്ഷിക്കുന്നത്. 2011 നാഗാർജുന ചിത്രം പയനവും അതേ കഥ തന്നെയാണ് പറയുന്നത്. അതിലും ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെയാണ് ബന്ദികളെ രക്ഷപ്പെടുത്തുന്നത്. സുകുമാരക്കുറുപ്പ് കേസിനെ ആസ്പദമാക്കി മലയാളത്തിൽ തന്നെ 3 സിനിമകൾ വന്നിട്ടുണ്ട്. 1984 NH-47, 2016 അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം പിന്നെയും, 2021 ദുൽഖർ ചിത്രം കുറുപ്പും. 1984 ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് NH-47. സുകുമാരക്കുറുപ്പായി എത്തിയത് TG രവി ആയിരുന്നു. പേര് നൽകിയത് സുധാകര പിള്ള എന്നായിരുന്നു. ദുൽഖർ സൽമാൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ശ്രീനാഥ് രാജേന്ദ്രൻ ചിത്രം കുറുപ്പും ആ സിനിമയുടെ ഒരു റീമേക്കായി പരിഗണിക്കാവുന്നതാണ്. ദുൽഖർ കഥാപാത്രം സുധാകര കുറുപ്പായി മാറി. പഴയ സിനിമയിൽ ചാക്കോ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റഹീം എന്ന പേരിൽ സുകുമാരനായിരുന്നു. പുതിയതിൽ ടൊവിനോ തോമസിന്റെ ചാർലി എന്ന കഥാപാത്രവും. ഭാസ്കരൻ പിള്ള എന്ന യഥാർത്ഥ കഥാപാത്രത്തെ ബാസി പിള്ളയായും ഭാർഗവൻ പിള്ളയുമായുമെല്ലാം സിനിമയിൽ കാണിച്ചു. NH-47 കുറുപ്പ് സിനിമയും തമ്മിലുള്ള പ്രധാന ബന്ധം സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നു. ഒരു ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് പാർട്ടിയുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. 2 മാസം മുമ്പ് 10 കോടി രൂപയുടെ ചരസ് ഞാൻ അവരുമായി കൈമാറ്റം നടത്തി. ഞാൻ മരിച്ചുപോയി എന്നറിഞ്ഞാൽ ആ തുക അവർക്ക് ഉപേക്ഷിച്ചേ പറ്റും. 2 സിനിമകളിലും ഒന്ന് തന്നെയാണ് കാണിച്ചത്. സുകുമാരക്കുറുപ്പിന്റെ ഗാങ്സ്റ്റർ ബന്ധം എന്ന ഫിക്ഷൻ ആയിരുന്നു അത്. എന്റെ മരണം തെളിവ് സഹിതം വാലിദ് വിശ്വസിക്കുന്നു. അതിന് മുന്നോടി മാത്രമായിരുന്നു ആ 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. 2 സിനിമയിലെയും ബാക്കി സംഭവങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യവുമായി ഏറെ സാമ്യമുള്ളത് തന്നെയായിരുന്നു. എന്നാൽ പിന്നെയും എന്ന സിനിമയിൽ മറ്റൊരു രീതിയിലാണ് കഥ പറഞ്ഞത്. പുരുഷോത്തമൻ നായർ എന്നാണ് കഥാപാത്രത്തിന് പേര് നൽകിയത്. പിടിക്കപ്പെടുമെന്നാകുമ്പോൾ നാടുവിടുകയും പിന്നീട് പ്ലാസ്റ്റിക് സർജറി നടത്തി മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കിൽ അതാണ് മറ്റു 2 സിനിമകളിൽ നിന്നുള്ള വ്യത്യാസവും. ഇതിലേതാണ് യാഥാർത്ഥ്യമെന്ന് ഇപ്പോഴും വ്യക്തമല്ല താനും. ഇതുപോലെ ഒരേ സംഭവത്തിൽ നിന്നും വന്ന വ്യത്യസ്തമായ സിനിമകൾ ഇനിയുമുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിൽ സംസാരിക്കാം. നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.